ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ്. കഥ എന്ന് പറയുമ്പോൾ 15-ാമത്തെ അധ്യായത്തിന്റെ പേര് കടൽ തീരത്ത് എന്നാണ്. നമ്മൾ ആദ്യം തന്നെ ശീർഷകവും രചയിതാവിനെയും കുറിച്ചൊക്കെയാണ് തുടങ്ങാറുള്ളത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നല്ല മഴയൊക്കെയാണ് അല്ലേ? അപ്പോ പല സമയങ്ങളിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഇടിയും മഴയും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ക്ലാസ്സുകൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുന്നതിൽ സന്തോഷം. സോ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. എന്തെങ്കിലും ഭാഗത്ത് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ കുറിച്ച് വെച്ച് പിന്നീട് ചോദിക്കാനൊക്കെ ശ്രദ്ധിക്കുക. വളരെ എന്താ പറയാ, നല്ലത് എന്ന് പറഞ്ഞാൽ പോരാ. രചയിതാവ് ഞാൻ പറയാൻ പറഞ്ഞു. രചയിതാവ് OV വിജയന്റെ രചനകളിൽ ഏറ്റവും മികച്ച ഒന്നെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം. OV വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ തന്നെ മാസ്റ്റർ പീസ് ആണ് ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ രചന മലയാളികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സാഹിത്യ അല്ലെങ്കിൽ കഥാവിഭാഗത്തിൽ അല്ലെങ്കിൽ നോവൽ വിഭാഗത്തിൽ ഏറ്റവും ആകർഷിച്ച ഒരു രചന തന്നെയാണ് ഖസാക്കിന്റെ ഇതിഹാസം. അതേ രചയിതാവിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും വന്ന മറ്റൊരു രചനയാണ് കടൽ തീരത്ത് എന്നുള്ളത്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ശീർഷകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശീർഷകത്തിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം നമ്മൾ സാധാരണ തുടങ്ങുമ്പോൾ ശീർഷകത്തിൽ നിന്നാണ് തുടങ്ങാറുള്ളത്. പക്ഷെ ഇത്തവണ നമ്മൾ തുടങ്ങുന്നത് രചയിതാവിൽ നിന്നാണ്. അപ്പോൾ ശീർഷകത്തിൽ നിന്ന് തുടങ്ങാത്തതിന്റെ കാരണം ഈ ശീർഷകത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് നമുക്ക് കഥാഭാഗത്തിലൂടെ പറഞ്ഞു പോകുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുന്നത്. ആദ്യം തന്നെ അത് പറയാനായിട്ട് ഒരു ചെറിയ ഇതുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് അത് പറയുന്ന സമയത്ത് മനസ്സിലാകും. അപ്പോ രചയിതാവ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ നാട് പോലെ പാലക്കാടൻ ഗ്രാമത്തിലെ ഒരു സാധുവായിട്ടുള്ള കർഷകന്റെ ഒരു ആത്മകഥ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രചനയെ വിശേഷിപ്പിക്കാം. പാലക്കാടൻ നാടിന്റെ ഭംഗിയും ആ ഒരു ഗ്രാമത്തിന്റെ തനിമയും ചില പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം നമുക്കിങ്ങനെ ആ രചനയിൽ നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, തനി നാട്ടുംപുറത്തുകാരനായ നമ്മുടെ കഥാനായകൻ എന്ന് പറയാൻ ഒരു പാവം കർഷകനാണ്. കർഷകന്റെ പേര് വെള്ളായപ്പൻ, പ്രധാന കഥാപാത്രം. അദ്ദേഹത്തിലൂടെയാണ് കഥാഭാഗം നീങ്ങുന്നത്. അപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ഇടയിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് വേണമെങ്കിൽ കടൽ തീരത്തിനെ കാണാം. ദാരിദ്ര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ അപരാധം പോലെ കാണുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പറയുന്ന അവർക്ക് ഈ പറഞ്ഞ എന്താണ് പ്രാഥമികമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ പോലും ഇന്നത്തെ കാലത്ത് ദരിദ്രർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ആമുഖത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് രചനയുടെ ആ തുടക്കത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ ഖണ്ഡികകൾ ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നേരെ എല്ലാ തവണത്തെയും പോലെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓരോ ഖണ്ഡികകളായിട്ട് പൂർണ്ണമായിട്ട് എല്ലാ തവണയും പറയുന്ന പോലെ പൂർണ്ണമായിട്ട് വായിച്ച് A to Z അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ വാക്യങ്ങളും പദങ്ങളും ചർച്ച ചെയ്ത് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും കഴിവതും നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു ആശയം അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് ഞാൻ നമ്മൾക്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് കുറിച്ച് വെച്ച് പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കാനും ശ്രദ്ധിച്ചാൽ മാത്രം മതി. സോ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോ ചെറിയ പോർഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്രയും നേരം നിർത്തുന്നതുകൊണ്ട് അതിനൊപ്പം വായിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. സ്ക്രീന് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. ഇതാ വരുന്നുണ്ട്. അപ്പോ കടൽ തീരത്ത്, ഇതിൽ 3 എന്നാണ് കൊടുത്തുള്ളത്, തെറ്റി പ്രിന്റ് ചെയ്താണ്. 3 അല്ല, 15-ാമത്തെ അധ്യായമാണ് കടൽ തീരത്ത്. ഒരു കടൽ തീരത്തിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കടൽ തീരവുമായിട്ട് നമ്മളുടെ ഭാഗത്തിന് എന്ത് ബന്ധം അല്ലെ, നോക്കാം നമുക്ക് വായിച്ചു വരുന്ന സമയത്ത്. ആദ്യ ഭാഗത്തില് ഞാൻ നൽകിയിട്ടുള്ള ഒരു പേജ് നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ ദേശം എന്ന് പറഞ്ഞാൽ OV വിജയന്റെ ദേശത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ്.
പാലക്കാടൻ കർഷകരെ അടുത്ത് കാണാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് കഥാപാത്രങ്ങൾക്ക് യാതൊരുവിധ ക്ഷാമമില്ലെന്നും അന്നും ഇന്നും കഥകൾ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്തരം അല്ലെങ്കിൽ അത് കഥയായിട്ട് രൂപാന്തരപ്പെടുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്ലോട്ടിനെ നമ്മൾ അഴിച്ചുവിട്ട് അതിന് പിറകെ പോകുന്നു, ഇത് സാർവത്രികമായിട്ടുള്ള ഒരു അനുഭവമാകണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന ആ ദേശത്തിന്റെ പ്രകൃതിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് പരത്തി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മളുടെ ഈ ഒരു രചന തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവസാന ഭാഗത്തിൽ നോക്കിയാൽ കാണാം, എന്റെ കുടിയിരിപ്പും എന്റെ തൊഴിൽ ചെയ്ത് നേടുന്ന ഭക്ഷണവും അതിന്റെയൊക്കെ നടുവിൽ ഒരു അവ്യക്ത ബിന്ദുവിൽ എങ്ങനെയെല്ലാമോ എന്തിനു വേണ്ടിയോ കഴിഞ്ഞുകൂടുന്നു ഞാനും. ഇതാണ് എന്റെ ദേശത്തെ കുറിച്ച് എനിക്കുള്ള അറിവ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ രചയിതാക്കള് പലരും അവരുടെ ദേശത്തെ പിടിച്ച്, പലരും അത്തരത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ. ഉദാഹരണം എം മുകുന്ദൻ, മയ്യഴിയുടെ എഴുത്തുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രചനകളിലൊക്കെ മയ്യഴി ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, അദ്ദേഹത്തിന്റെ എന്താണ് സ്ഥലപ്പേര് ഇപ്പം എന്തായിരുന്നു, അയ്യോ മറന്നുപോയി, എന്തോ ഒരു കുന്നാണ്. ഏതായാലും അത്തരത്തിൽ ഒരുപാട് രചയിതാക്കളുണ്ട്. പിന്നെ ബഷീറിനെ പോലെ ഓരോ നാട് നീളെ നടന്ന് അവിടെ നിന്നും കഥ ശേഖരിച്ച് എഴുതുന്നവരും ഉണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ദേശത്തെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ഇവിടെ നൽകിയിരിക്കുന്നത് കാണാം. ജസ്റ്റ് നൽകിയെന്നേ ഉള്ളൂ. അപ്പൊ OV വിജയൻ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം നൽകിയിരിക്കുന്നു. സ്ഥിരമായിട്ട് നമ്മൾ നൽകുന്ന അദ്ദേഹത്തിന്റെ ചരിത്രക്കുറിപ്പിലെ ഏതാനും ഭാഗങ്ങൾ. വാക്കുകളുടെ കൂട്ടിലേക്ക് സഞ്ചരിച്ച എഴുത്തുകാരൻ, അല്ലെ? പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിനടുത്ത് വിളയൻ ചാത്തന്നൂർ ഗ്രാമത്തിലെ ഊട്ടുപാലക്കൽ ഭവനത്തിലാണ് ജനനം. 1930 ജൂലൈ 2. പിന്നെ അച്ഛൻ പട്ടാളത്തിൽ സുബേദാർ ആയിരുന്നു, അതിനാൽ തന്നെ പട്ടാള ക്യാമ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം എന്ന് പറഞ്ഞു. മലപ്പുറം കോട്ടക്കൽ മഹാരാജാസ് അല്ലെങ്കിൽ മലപ്പുറം കോട്ടക്കൽ രാജാസ് ഹൈസ്കൂൾ, പാലക്കാട് വിക്ടോറിയ കോളേജ്, മദ്രാസ് പ്രസിഡൻസി കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ചു. അല്ലെ? മലപ്പുറം കോളേജ് അല്ലെ? മലപ്പുറം കോളേജ് അല്ല, മലപ്പുറം കോട്ടക്കൽ രാജാസ് ഹൈസ്കൂള്, അവിടെയൊക്കെ പഠിച്ച വ്യക്തിയാണ്. പിന്നെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് നൽകിയിരിക്കുന്നതാണ്, ഒന്ന് വായിച്ചു നോക്കാട്ടോ. പിന്നെ പ്രധാനപ്പെട്ട രചനകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖസാക്കിന്റെ ഇതിഹാസം, ഗുരുസാഗരം, പ്രവാചകന്റെ വഴി, തലമുറകൾ, അല്ലെ? പ്രധാനപ്പെട്ട നോവലുകളാണ് എന്നുള്ളത് എടുത്തു കാണിച്ചിട്ടുണ്ട്. പിന്നെ ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക്, അതായത് വിവർത്തനം ചെയ്യപ്പെട്ടുള്ള അല്ലെ, പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ പല രചനകളും ഇത്തരത്തിൽ തന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയുള്ള മറ്റു ഭാഷകളിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെടാറുണ്ട്. അല്ലെ? നമ്മളും മലയാളത്തിൽ ഒരുപാട് വിവർത്തന രചനകൾ നമ്മളും വായിച്ചിട്ടുണ്ട്. കാരണം നമുക്കും ഇത്തരത്തിൽ ഒരുപാട് അല്ലെങ്കിൽ മറ്റ് ഭാഷയിലുള്ള ആളുകളുടെ രചനകൾ നമ്മുടേതായിട്ടുള്ള മാതൃഭാഷയിൽ വായിക്കാനായിട്ട് വിവർത്തന രീതി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. 2005 മാർച്ച് 30 അദ്ദേഹത്തിന്റെ മരണം. കഥയിലേക്ക് കടക്കാം. വളരെയധികം എന്താ പറയാ, ചെറിയ ഖണ്ഡികകളാക്കി തിരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, സ്ക്രീന് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് കഴിവതും ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, വെള്ളായപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ നീങ്ങുന്നത്. അപ്പൊ വെള്ളായപ്പന്റെ ഒരു യാത്ര ആദ്യ വരിയിൽ ഇങ്ങനെയാണ്: വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. അപ്പൊ വെള്ളായപ്പന്റെ യാത്രയാണ്, വെള്ളായപ്പൻ എങ്ങോട്ടോ യാത്ര പോവുകയാണ്. പക്ഷേ ആ യാത്ര വീട്ടിൽ നിന്നും നിലവിളി ഉയർന്ന രീതിയിലാണ് ആ ഒരു യാത്രയുടെ ഒരു ഉദ്ദേശം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ യാത്ര എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ഒരു നിലവിളിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ യാത്ര അയക്കുന്നവർ നിലവിളിച്ച് യാത്ര അയക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ വായനക്കാർക്ക് സംശയമാണ്. അപ്പോ അപ്പുറത്ത് വീട്ടിലും അതിനപ്പുറത്തെ ആളുകളും എല്ലാം ആ ഒരു കരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് ശ്രദ്ധയോടുകൂടി, നാട്ടിൻ പുറമാണ്, ഈ പറയുന്ന പോലെ തന്നെ നമ്മളെക്കാൾ ഉപരി എന്താണ് നമ്മളുടെ വീടും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് താല്പര്യമുള്ള രണ്ട് രീതിയിലും, നല്ല രീതിയിലുണ്ട്, അതല്ല വേറെ ഒരു രീതിയിലുണ്ട്. അപ്പൊ എന്തായാലും അവരെല്ലാവരും സങ്കടത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. അത് എന്തിനാണ്, അതൊക്കെ നമുക്ക് ചോദ്യചിഹ്നമായിട്ട് ഇപ്പൊ വെക്കാം, വായിച്ച് തുടരുമ്പോൾ മനസ്സിലാകാം. അങ്ങനെ എല്ലാ വീടുകളിലും ആ ഒരു സങ്കടം അലതല്ലുന്നതായിട്ട് ആ ഒരു ഖണ്ഡികയിൽ നമുക്ക് എടുത്തു കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്: വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണം ഉണ്ടായിരുന്നെങ്കിൽ അമ്മിണിയടത്തിയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുന്നു.
അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ യാത്ര കണ്ണൂരിലേക്കാണ്. രണ്ട്, ഒരു പക്ഷേ പണം ഉണ്ടായിരുന്നുവെങ്കിൽ, ചില പേരുകൾ സൂചിപ്പിച്ചിട്ട് അവിടെ എടുത്തു കാണിക്കുന്ന ഇത്രയും ആണ്, ആ ഗ്രാമത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിനൊപ്പം യാത്ര തിരിച്ചേനെ. പോകാത്തതിന്റെ ഒരൊറ്റ കാരണം അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. അപ്പോ അവർക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു യാത്രയാണ്. പണത്തിന്റെ ഒരു കുറവ് മാത്രമാണ് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് കാണാം. മറ്റൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോ? ആ ഒരു ഗ്രാമത്തിന്റെ പേര് അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്, പാഴുതറ. അല്ലെ? പാഴുതറയിലെ ആളുകൾ. അങ്ങനെ കണ്ണൂരിലേക്കുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ച് നെടുവരമ്പിലൂടെ പാടം മുറിച്ച് അങ്ങനെ പോവുകയാണ്. അങ്ങനെ പിന്നിൽ നിന്നുള്ള നിലവിളി ഒരു ചെറിയ ശബ്ദമായിട്ട് അകന്നകന്ന് ശമിച്ചു പോകുന്നതായിട്ട് ഖണ്ഡികയുടെ അവസാനം കാണിക്കുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാമത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ കാണിക്കുന്ന ചില പദങ്ങളുണ്ട്. എന്തൊക്കെയാ? പാടം, അല്ലെ? പാടമൊക്കെ ഇപ്പോ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാടം, നെടുവരമ്പ്, അല്ലെ? പാടം, നെടുവരമ്പ്, പറമ്പ്, അതിലെ മഞ്ഞപ്പുല്ല്, ഇത്തരത്തിലൊക്കെ ചവിട്ടടിപ്പാത, ഇങ്ങനത്തെ പദപ്രയോഗങ്ങളൊക്കെ ഗ്രാമത്തോട് ബന്ധിച്ചു കൊണ്ടുള്ള പദങ്ങളാണ്. ഇത്തരത്തിൽ ഖണ്ഡികകൾ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് പദങ്ങൾ കാണാൻ കഴിയും. നമുക്കത് വായിക്കുന്ന ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ട് പോവാം. അടുത്ത ഖണ്ഡികയിലേക്ക് നീങ്ങിയാലോ? ദൈവങ്ങളെ തമ്പുരാക്കന്മാരെ, വെള്ളായപ്പന്റെ ഈ വിളിയോട് കൂടിയിട്ടാണ് അടുത്ത ഖണ്ഡിക ആരംഭിക്കുന്നത്. അങ്ങനെ ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശമുള്ള കരിമ്പനകളിൽ കാറ്റടിക്കുന്ന സമയം പനമ്പട്ടലകൾ കാറ്റിലിരമ്പുന്നത് വെള്ളായപ്പൻ ആദ്യമായിട്ട് എന്ത് ചെയ്തു? അപരിചിതമായിട്ട് തോന്നിപ്പോയി. കാരണം അദ്ദേഹം ജനിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാടാണത്. പാലക്കാട് പരിചിതമാണ്. മീൻസ് എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കരിമ്പനകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. ദിനംതോറും അല്ലെങ്കിൽ എന്നും കാണുന്നതാണ്. പക്ഷെ അന്നെന്തോ ആ കരിമ്പനയുടെ പട്ടകളിലെ ഇലകളില് അല്ലെങ്കിൽ ആ ഒരു പട്ടകളില് കാറ്റടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ആദ്യമായി കേൾക്കുന്ന ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. എന്തോ പനമ്പട്ടകൾ സംസാരിക്കുന്ന പോലെ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. എന്തായാലും ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിനൊരു തോന്നൽ, ആ ശബ്ദത്തിൽ, ആ ഒരു മുറുമുറുപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഇരമ്പലില്, ആ ആ ശബ്ദത്തിൽ അദ്ദേഹം അത്തരത്തിലാണ് അത് എടുത്തു നോക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്, ചിന്തിക്കുന്നത് അപ്രകാരമാണ്. അപ്പൊ ഈ പന പല രൂപത്തിലും പറയാറുണ്ടല്ലേ? പന മരണത്തിന് ശേഷം ആത്മാക്കൾ കൂടിയിരിക്കുന്നു, യക്ഷികൾ പനയിൽ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്ന രൂപത്തിലാണ് ആ ഒരു കരിമ്പനയോട് ബന്ധപ്പെടുത്തിയിട്ടല്ല, എന്നാലും ആ ശബ്ദം കാണിക്കുന്നു. എന്തോ അദ്ദേഹത്തിന്റെ കൈ തട്ടിയ സമയത്ത് ഒരു നനവ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് പടരുന്നതായിട്ട് കാണാം. എന്താണത്? തന്റെ കോടച്ചി അല്ലെങ്കിൽ കെട്ടി നൽകിയിട്ടുള്ള പൊതിച്ചോറിന്റെ കഞ്ഞി നനവാണ് കയ്യിൽ തട്ടുന്നത്. കോടച്ചി എന്ന് പറഞ്ഞാൽ ഭാര്യ നൽകിയിട്ടുള്ള ആ ഒരു പൊതിച്ചോറ്, യാത്രാമധ്യേ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയ പൊതിച്ചോറാണ്. അതിന്റെ കഞ്ഞിയുടെ നനവ് കയ്യിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നു. അദ്ദേഹം ആലോചിക്കുന്നുണ്ട്, ആ പൊതി കെട്ടിയിരിക്കുന്ന സമയത്ത് അവൾ ഒരുപാട് കണ്ണീർ വീഴ്ത്തിയിട്ടുണ്ടാവണം. ആലോചിച്ചു, ഒരു യാത്ര, വെള്ളായപ്പന്റെ യാത്ര എങ്ങോട്ടാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ ഒരു യാത്രക്ക് നൽകുന്ന ആ ഒരു ഭക്ഷണത്തിൽ പോലും കണ്ണീര് വീഴ്ത്തുന്ന രീതിയിലുള്ള എങ്ങോട്ടോ ഒരു യാത്രയാണ്. നമ്മൾ സാധാരണ മറ്റെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വീട്ടിലെ ആളുകൾ ഇങ്ങനെ സങ്കടപ്പെടാറുണ്ടോ, കരയാറുണ്ടോ? അല്ലേ? അതായത് ഇപ്പോ ഉദാഹരണത്തിന് വിദേശത്തേക്ക് പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് കരയും. ചില ആൾക്കാർ കരയും, ചില ആൾക്കാർക്ക് ഇപ്പൊ കരച്ചിലൊന്നുമില്ല, കരച്ചിലൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി. അപ്പൊ അതൊന്നല്ല, നമ്മൾ അതിനേക്കാൾ തീവ്രമായ എന്തോ അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ആ ഒരു വറ്റിലും അല്ലെങ്കിൽ ആ ഒരു കഞ്ഞിയിലും പ്രതിഫലിക്കുന്നതായിട്ട് എഴുത്തുകാരൻ അവിടെ കാണിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ അദ്ദേഹം നടന്നു പോകുന്നു. തീവണ്ടി ആഫീസിലെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. 4 കല്ലോ, അല്ലെ? 4 കല്ല്. പണ്ടൊക്കെ അങ്ങനെയാ പറയാ, കല്ല്. ഉദ്ദേശിക്കുന്ന നാഴികക്കല്ലാണ്. ഈ പറയുന്ന പണ്ടൊക്കെ നമ്മള് ദൂരത്തിനൊക്കെ ഉപയോഗിക്കുന്ന പല നമ്മളല്ലേ ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്ന പോലെ പണ്ടൊക്കെ പറയുന്ന ഇത്ര കല്ലുണ്ട്, ഇത്ര കാതുണ്ട്, അല്ലെങ്കിൽ ഇത്ര മൈലുണ്ട്, ഇങ്ങനെ പദങ്ങളായിരുന്നു കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഗൂഗിൾ മാപ്പ് വരെ നമുക്ക് കറക്റ്റ്, അല്ലേ,
കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും എന്ത് ചെയ്യും, ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിച്ചു തരും. എന്തായാലും 4 കല്ലോളം ഇനിയും നടന്നാലേ എവിടെ എത്തുള്ളൂ, തീവണ്ടി ആപ്പീസിൽ എത്തുള്ളൂ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയുള്ളൂ. അദ്ദേഹം നടത്തം തുടരുന്നു. വഴിയിലതാ എതിരെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് മുമ്പിലൂടെ വരികയാണ്. കഥാപാത്രത്തിന്റെ പേര് കുട്ട്യസൻ മാപ്പിളയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആദരവോടുകൂടി വഴിമാറി നിൽക്കുന്നതായിട്ട് അവിടെ പറയുന്നത് കാണാം. ആദരവ് അല്ലെ, എന്തുകൊണ്ടാണ് ആദരവ് എന്നുള്ളത് നമുക്ക് അവിടെ വെക്കാം, നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലെ? ഒന്നെങ്കിൽ പ്രായം കൊണ്ടായിരിക്കാം അല്ലെ, നല്ല കർഷകനാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാലക്കാടൻ ഗ്രാമത്തിലെ കർഷകനാണ്, അതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, അതായത് അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ആദരവ് കൊടുത്താണെങ്കിലോ? അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എന്തായാലും അദ്ദേഹം മാറി നിൽക്കുന്നുണ്ട്. വെള്ളായിയെ, മരക്കാരെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേരുകൾ വിളിക്കുകയാണ്. വെള്ളായി എന്ന് അദ്ദേഹവും തിരിച്ച് മരക്കാരെ എന്നും. അത്രമാത്രം ആ രണ്ട് പേരുകൾ മാത്രം അവർ സംസാരിച്ചുള്ളൂ. പക്ഷേ ആ വാക്കുകളിൽ, അടുത്ത ഭാഗത്തിൽ നോക്കിയാൽ മനസ്സിലാകും, ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായിട്ടുള്ള സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ട്യസൻ മാപ്പിളയും അറിഞ്ഞു. കഥ പൂർണ്ണമായിട്ടും വായിച്ച് ഇവിടേക്ക് വീണ്ടും എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും അതെന്തുകൊണ്ട് എന്നുള്ളത്, അല്ലേ? അതായത് ഇന്നത്തെ കാലത്ത് എന്നല്ല, എപ്പോഴും നമ്മള് ചില മൗനം പോലും സംസാരിക്കുന്നു പറയും അല്ലെ, മൗനം സമ്മതം എന്ന് പറയുന്ന പോലെ ചില സമയത്തെ മൗനം പോലും നമ്മളോട് സംസാരിക്കും. ചില മുഖഭാവങ്ങൾ ചില വാക്കുകളെക്കാൾ കൂടുതൽ അർത്ഥം നൽകും. ഇവിടെ രണ്ട് പേരുകൾ അല്ലെ, ആ ഒരു പേരിൽ തന്നെ ആ ഒരു എന്താണ്, ദീർഘങ്ങളായിട്ടുള്ള സംഭാഷണ പരമ്പരകൾ അടങ്ങിയതായിട്ട് തോന്നി. ഒരു പക്ഷേ ഈ പറയുന്ന ആ ഒരു യാത്രയുടെ കാരണമാണ് അല്ലെ, അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂട്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവാം. ഈ നമ്മൾ നടന്നു പോകുമ്പോൾ പലരും വഴിയിൽ കാണുന്നവർ സംസാരിക്കുന്നതും അതൊക്കെ ഒരു ഇതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നടന്നുപോക്ക് കുറവാണ്. അതേപോലെ തന്നെ പരിചയമുള്ള ആളുകളെ കണ്ടാലും മിണ്ടാറില്ല. ചിലപ്പോ നടക്കുകയാണെങ്കിലും കയ്യിൽ ഫോൺ ഉണ്ടാകുമ്പോൾ ചിലപ്പോ കാണുകയില്ല. അത് വേറെ വിഷയം. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് അങ്ങനെ പറയാം. ഇപ്പോ ഒരു വ്യക്തി നടന്നിങ്ങനെ പോവാണ്. അദ്ദേഹത്തിന്റെ വേഷം ഒരു മുണ്ടും ഒരു ബനിയനുമാണ്. അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് തോളിൽ ഒരു തോർത്തിട്ടിട്ടുണ്ട്, കയ്യിലൊരു സോപ്പും ഒരു ചകിരിയും ഉണ്ട്. ചകിരിയുടെ അതുണ്ടാവില്ല, തകിരിത്തുപ്പും ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോവാണ്. സംഭവം പരിചയമുള്ള ഒരാൾ എതിരെ വരുന്നു. വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത്, ക്രോസ് ചെയ്യുന്ന സമയത്ത് മറ്റാൾ ചോദിക്കണം, എങ്ങോട്ടാ, കുളിക്കാനാണോ എന്ന് ചോദിക്കും. ഏതൊരാൾക്കും കണ്ടാൽ അത് കുളിക്കാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പക്ഷെ എന്നിരുന്നാൽ പോലും അവരത് ചോദിക്കും. ഒരു കുശലാൻസർ, അതായത് എന്താണ്, അദ്ദേഹം ചോദിച്ചിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും സംസാരിക്കാതെ പോവാറില്ല. ഇന്നത്തെ കാലത്ത് ചിലപ്പോ നമ്മൾ ചോദിക്കുകയാണ്, കുളിക്കാനാണോ, നിനക്ക് കണ്ടറിയില്ല ഞാൻ കുളിക്കാനാ പോണത്. ഇങ്ങനത്തെ ചോദ്യം വേണമെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യാം, മറുപടി ആയിട്ട് വരാം. ഈ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പൊ ഇവിടെ ആ രണ്ടു പേരുടെയും വാക്കുകൾ അല്ലെ, നമ്മളൊന്ന് വീട്ടിലെ കാര്യങ്ങൾ, ചില സമയത്ത് അച്ഛൻ അമ്മ അവരോടൊക്കെ ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കുമ്പോ വാക്കുകൾ വേണോ നമുക്ക് അല്ലെ? ചില മുരൾച്ചകൾ മതി, ചിലപ്പോ ഒരു നോട്ടം മതി നമുക്ക്. അതിൻ്റെ ഉള്ളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായുള്ള സംഭാഷണ പരമ്പരകൾ നടക്കും. മരക്കാരെ, ഞാൻ നിങ്ങൾക്ക് 15 ഉറുപ്പ്യ കടം വീട്ടാണ്ട് അല്ലെ? അല്ല, സത്യം പറഞ്ഞ 15 ഉറുപ്പ്യയും 4 അണിയും. ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പറയുന്ന വെള്ളായിപ്പം പറയുന്നത്. ഞാൻ 15 രൂപ തരാനുണ്ട് കേട്ടോ. 15 ഉറുപ്പ്യയാണ്. ഇത് കഥ നടക്കുന്നത് ഒരുപാട് മുൻപാണ്. ആ 15 ഉറുപ്പ്യല്ലേ എന്ന് വിചാരിച്ചു വിടണ്ട. 4 അണയെന്ന് ചേരുമ്പോ, 4 അണയുള്ള കാലമാണ്, അണാചക്രം അതൊക്കെ ഉള്ള കാലത്താണ് സംഭവം നടക്കുന്നത് അല്ലെ? നമ്മൾ ഒരു കഥ വായിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാനൊരു കഥ, ഇപ്പൊ ഉദാഹരണം ജന്മദിനം എന്ന് പറഞ്ഞ ബഷീറിന്റെ ഒരു കഥ വായിച്ചപ്പോ അതില് 1 രൂപയ്ക്ക് എത്രയും ദോശയും കറിയും ചായയും ബീഡിയും ബാക്കി പൈസയും തിരിച്ച് തീപ്പെട്ടിയും ബാക്കി പൈസയും ഒക്കെ കൊടുക്കുന്നുണ്ട്.
അപ്പോഴാണ് ആ ഒരു രൂപയുടെ മൂല്യം ഇത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ 15 ഉറുപ്പികയും 4 അണയെന്ന് പറയുമ്പോൾ ആ ഒരു രൂപ വലുത് തന്നെയാണ്. അപ്പോ ഈ ഒരു യാത്ര, വെള്ളായപ്പന്റെ യാത്ര അത്രത്തോളം പ്രാധാന്യം നിറഞ്ഞതാണെന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാക്യം വന്നിട്ട് നോക്കൂ. ഈ യാത്രയിൽ അതിനെക്കുറിച്ചൊന്നും ഓർക്കരുത്. അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്, ചിലപ്പോൾ എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനൊത്ത മറുപടി അദ്ദേഹം തിരിച്ചു നൽകുന്നുണ്ട്. വീട്ടാത്ത കടങ്ങളൊക്കെ പടച്ചവന്റെ സൂക്ഷിപ്പാണ്. ആ ഒരു സംഭാഷണ പരമ്പര, അല്ലെങ്കിൽ ആ ഒരു സംഭാഷണത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഇടനെഞ്ച് അല്ലെങ്കിൽ പൊട്ടുകയാണ്, ഉള്ളു പൊട്ടുന്നതായിട്ടും പ്രാണൻ പറയുന്നതായിട്ടും തോന്നും. എന്നിരുന്നാലും അവരുടെ ആ ഒരു എന്താ പറയാ കൂടിച്ചേരൽ അല്ലെങ്കിൽ കണ്ട ആ ഒരു നിമിഷം അദ്ദേഹം പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, ഈ യാത്രയില് നിന്റെയും എന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരിരുവരും പിരിയുന്നത്. അപ്പോൾ നമ്മുടെ ടെൻഷൻ കൂടി, ടെൻഷൻ മീൻസ് വായനക്കാരിൽ ഇനി അല്ലെങ്കിൽ എന്താണ് യാത്രയുടെ ഉദ്ദേശം, ഇവര് ഇത്രത്തോളം ഇത് എന്താ പറയാ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു യാത്രയുടെ ഉദ്ദേശം വളരെ 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 പ്രധാനമാണ്. അങ്ങനെ യാത്ര വീണ്ടും തുടരുകയാണ്. വഴിയിൽ പിന്നെയും മറ്റൊരു അഭിമുഖം വരികയാണ്. ഇത്തവണ ഒരു സ്ത്രീയാണ്, നീലി മണ്ണാത്തി അല്ലെ, മണ്ണാത്തിമാര് അവര് അലക്കിയ തുണിക്കെട്ടുമായിട്ട് വരികയാണ്. അവര് പണ്ട് മുതൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ അന്നൊക്കെ നമ്മളല്ലേ കുലത്തൊഴിൽ എന്ന് പറയുന്ന പോലെ അവര് സ്ത്രീകൾ അല്ലെങ്കിൽ മണ്ണാന്മാര് അലക്ക് ജോലിയിലാണ് കൂടുതലായിട്ടും ഇതാവുന്നത്. പണ്ടൊക്കെ ആയിരുന്നു ഓരോരോ വിഭാഗക്കാർക്കും അല്ലെങ്കിൽ ജോലി അവരുടെ കുലത്തൊഴിലായിട്ട്. ഇന്നൊക്കെ അത് കൊണ്ടു നടക്കുന്ന ഒരു വിരളാണ്. എല്ലാ മേഖലയിലുള്ള ആൾക്കാരും എല്ലാ തൊഴിലും അല്ലെ, ചെറുതും വലുതുമായിട്ടുള്ള തൊഴിലിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോ നീലിയും അതേപോലെ തന്നെ മരക്കാരെ പോലെ മാറി നിൽക്കുകയാണ്. വീണ്ടും വെള്ളായച്ചോ നീലിയെ, 2 വാക്കുകൾ. ഇത്തവണ ആ വാക്കുകൾക്കിടയിൽ കയറി വരുന്നത് ഒരു സാന്ത്വനത്തിന് നിറവാണ്. സാന്ത്വനം അല്ലെ, സാന്ത്വനം എന്ന് പറഞ്ഞാൽ എന്താ? ഏഷ്യന്റെ സീരിയലല്ല, സാന്ത്വനം. അതിലേക്ക് ചിന്തിക്കേണ്ട ആരും. ആശ്വസിപ്പിക്കൽ അല്ലെ, ഒരു ആശ്വാസം, ഒരു ആശ്വാസവാക്കിന്റെ ഒരു വിളി അല്ലെ. ചിലപ്പോ നമുക്ക് തോന്നും കൈകൊണ്ട് ഒരു തോളത്തൊരു തലോടൽ മതി, ചിലപ്പോ ഈ ഒരു വാക്ക് മതിയാവും അല്ലെ, ഒരു വിളി മതിയാവും അല്ലെ, ഒരു ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതവിടെ ഉണ്ടായി. വീണ്ടും വെള്ളായപ്പന്റെ നൃത്തം. അങ്ങനെ ചവിട്ടടിപ്പാത കണ്ടോ, ചവിട്ടടിപ്പാത അല്ലെ. അങ്ങനെ ചേർന്ന് അവിടെ വെട്ടുവഴി എത്തി പുഴയിലേക്ക് എത്തുക. തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. അത് കടന്നിട്ട് വേണം, പുഴ കടന്നിട്ട് വേണം എന്ത് ചെയ്യാന്, തീവണ്ടി ആപ്പീസിലേക്ക് എത്താൻ. അങ്ങനെ അദ്ദേഹം ആ പുഴ കടക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോൾ അല്ലെ, നല്ല രസമാണ്, തണുത്ത വെള്ളത്തിലൂടെ കാല് ഇതാക്കിയിട്ട് എന്ത് ചെയ്യാൻ, നടന്നിങ്ങനെ പോവാൻ. പക്ഷെ ആ തണുത്ത ജലം അദ്ദേഹത്തിനെ ഒരു ഓർമ്മയില് എത്തിക്കുകയാണ്. ഒരു കുളിയുടെ അനുഭവത്തില്. അദ്ദേഹത്തിന്റെ കുളിയല്ല, 2 രീതിയിലുള്ള കുളിയുടെ അനുഭവമാണ് അദ്ദേഹത്തിന് എത്തി. ഒന്ന്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ അല്ലെങ്കിൽ അപ്പന്റെ ശവത്തെ, മൃതശരീരത്തെ കുളിപ്പിച്ചത് അല്ലെ. എല്ലാത്തിലും മൃതശരീരം വൃത്തിയാക്കിയിട്ട് കുളിപ്പിച്ചിട്ടാണ് ചടങ്ങുകളിലേക്ക് കിടക്കുക. അപ്പൊ അച്ഛന്റെ ശരീരം, ആ ശവശരീരം കുളിപ്പിച്ചത്, തന്റെ മകനെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ആ ഒരു വെള്ളത്തിന്റെ നനവ് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയായിട്ട് കാണിക്കാം. ആ ഒരു പുഴയുടെ നടുക്കെത്തിയ സമയത്ത് അദ്ദേഹം ആ ഒരു ഓർമ്മയിലേക്ക് എത്തുന്നു. ഒരു ഇളം ചൂടുള്ള വെള്ളം. അങ്ങനെ ആ ഇളം ചൂടുള്ള വെള്ളം നനഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കുന്ന് കയറാൻ തുടങ്ങി. ആ ഒരു ഓർമ്മയുടെ നനവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ത് ചെയ്യാണ്, ഈറനണിഞ്ഞുകൊണ്ട് ആ കുന്ന് കയറി ഇറങ്ങുവോളം അദ്ദേഹം കരഞ്ഞുകൊണ്ട് പോയതായിട്ട് കാണും. അങ്ങനെ ആഫീസിലെത്തി കോന്തല കഴിച്ച് പണം എടുക്കുകയാണ്. കോന്തല എന്താ കോന്തല? പണ്ടത്തെ ആളുകളുടെയൊക്കെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ ആകെ എന്താണ്, ഒരു ഒറ്റമുണ്ടായിരിക്കും വേഷം, ഏറിപ്പോയാൽ ഒരു തോർത്തുമുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോ പോക്കറ്റും മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോ മുണ്ടിന്റെ ഒരു തലപ്പ്, മുണ്ടിന്റെ എന്താണ് അരയുടെ ഭാഗത്ത് ഒരു കുത്തിയിട്ടുള്ള ഒരു തലപ്പ് പുറത്തേക്കായിട്ട് തള്ളി നിൽക്കും. നമ്മളെ പ്രായമുള്ള ആൾക്കാരൊക്കെ പണ്ട് വെറ്റിലയും മറ്റു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവരുടെ പോക്കറ്റ് അതായിരുന്നു. അതാണ് കോന്തല, മുണ്ടിന്റെ ഒരു തലപ്പ്. അപ്പൊ ആ കോന്തലയിൽ എന്ത് ചെയ്യാണ്, പണമൊക്കെ സൂക്ഷിക്കാറുണ്ട്. അവിടുന്ന് പണം എടുത്തു,
കണ്ണൂരിലേക്ക് ടിക്കറ്റ് പറഞ്ഞു. അങ്ങനെ ചീട്ടല്ലേ ടിക്കറ്റാണ്, ആ അച്ചു കുത്തിയിട്ട് സീലൊക്കെ ചെയ്ത് പുറത്തേക്കിട്ടപ്പോ യാത്രയുടെ ഒന്നാമത്തെ ഘട്ടം താണ്ടിയ പോലെ വെള്ളായപ്പന് തോന്നി. വീണ്ടും അവിടെ തന്നെ അദ്ദേഹം ആ ചീട്ടിനെ വെക്കുന്നു, ഇവിടെ മുണ്ടിന്റെ കോന്തലയിൽ ഇട്ടോ. അങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി വണ്ടിക്കായി കാത്തിരിക്കുന്ന വെള്ളായപ്പൻ അവിടെ കാണാം. അല്ലെ, തീവണ്ടിയാണ് നമ്മളെപ്പോഴും കളിയാക്കുന്ന ഒന്നാണ് തീവണ്ടി. ഒരിക്കലും കൃത്യസമയത്ത് എത്താത്ത ഒരേ ഒരു സാധനം അല്ലേ. പണ്ട് ഞാൻ ഇതേപോലെ യാത്രക്ക് പോയപ്പോ എന്താണ് 9 മണിക്ക് ട്രെയിന് 9 മണിക്ക് നമ്മൾ വൈകരുതല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ 8 മണിക്ക് അങ്ങ് എത്തി. റെഡി വന്നപ്പോ 8 മണി 8:15 ആയപ്പോഴേക്കും അവിടെ എത്തി. 3/4 മണിക്കൂറല്ലേ, സമയം പോകും അല്ലേ. ട്രെയിൻ വന്നത് 12 മണിക്ക്. അതുവരെ അവിടെ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് വേർ ഇസ് മൈ ട്രെയിൻ അല്ലെ, മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്, എവിടെ എത്തി ട്രെയിൻ എവിടെ എത്തി എന്നൊക്കെ നോക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഒരു ഓർമ്മ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആ സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റം, എന്തുകൊണ്ടാ മാറ്റം? സമയം കടന്നു പോകുന്നതായിട്ട് കാണിക്കുകയാണ്. സൂര്യൻ താഴുന്നു, കരിമലയ്ക്ക് മുകളിലൂടെ പക്ഷികൾ കൂട് പറ്റുന്നു, വരമ്പിലൂടെ അല്ലെ അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ ആ സമയത്ത് അദ്ദേഹം ഓർക്കുന്നു. അങ്ങനെ അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ പേരുകൾക്കിടയിൽ എന്ന പോലെ, ആ 2 വാക്കുകൾക്കിടയിൽ എന്ന പോലെ എന്തിന്റെയൊക്കെ നിറവ് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ വാക്കുകൾ, സൂര്യൻ താഴുന്നു, കരിമ്പനയ്ക്ക് മുകളിലൂടെ പക്ഷികൾ കൂട് പറ്റുന്നു, സമയത്തെ അല്ലെങ്കിൽ ഇരുട്ടാവുന്നു, സന്ധ്യാസമയമാകുന്നു, എല്ലാവരും തന്റെ കൂടുകളിലേക്ക് അല്ലെ കൂടണയുന്ന സൂര്യൻ കൂടണയാണ്, അതുപോലെ തന്നെ പക്ഷികൾ കൂടണയാണ്. ആ സമയത്ത് അസ്തമയ സൂര്യനെ നോക്കി അത്ഭുതപ്പെട്ട മകനെ, അതുപോലെ തന്നെ പാടത്തിന്റെ ഇതിലേക്ക് ഇറങ്ങി നടക്കുന്ന അപ്പനെ, 2 പേരെ അല്ലെങ്കിൽ 2 ജനറേഷനെ ഒരേപോലെ എന്ത് ചെയ്യാണ് അദ്ദേഹം വെള്ളായപ്പൻ ഓർക്കാണ്. അപ്പൊ ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന തീവണ്ടി കയറുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കാരണവർ ആരാ കാരണവർ? കാരണവർ പറഞ്ഞാല് പ്രായമുള്ള ആള് അല്ലെ. ഉദാഹരണത്തിന് എന്താണ്, വീട്ടിലെ കാരണവർ അറിയില്ലേ അല്ലെ, നല്ല പ്രായമുള്ള, പണ്ടൊക്കെ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോ കാരണവന്മാര് എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, പെണ്ണിന്റെ കാരണവന്മാര് അറിയും, അമ്മാവന്മാര്, ഏറ്റവും പ്രായമുള്ള ആളുകള്. അത് കാരണം എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്ന അർത്ഥമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഏതായാലും അത്യാവശ്യം പ്രായമുള്ള ഒരാള് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെ. കോയമ്പത്തൂർക്കോ, ഞാൻ അതൊന്ന് വായിക്കാം, അത് അതേപോലെ തന്നെ വായിച്ചു തരാം, ശ്രമിക്കാം. കോയമ്പത്തൂർക്കോ കണ്ണൂർക്ക്? വെള്ളായപ്പൻ പറഞ്ഞു, ഞാന് കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിജയിച്ച ഒന്നുമില്ല, വെറുതെ പുകാണ്. അപ്പോ ഇതില് ആ ഒരു ഭാഷ ഒന്ന് മനസ്സിലാക്കി വെക്ക. അതായത് നമുക്ക് മനസ്സിലാവും, അതായത് ഏത് മലയാളം അറിയുന്ന കുട്ടിക്കും അത് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. 2 കാര്യങ്ങൾ, ഒന്ന് ഒരു അല്ലെങ്കിൽ പാലക്കാടൻ ഗ്രാമത്തിന്റെ ഭാഷയായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ പറയാം, ഒരു തനി നാട്ടും പുറത്താരൻ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ ഒരു 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 എന്താ പറയാ, ഒരു കർഷകന്റെ അല്ലെ, കർഷകന്റെ വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ, അങ്ങനെ വേണമെങ്കിൽ കരുതാം. പക്ഷെ അവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതൊന്നുമല്ല. ശ്രദ്ധിക്കേണ്ടെന്നല്ല. ഇവിടെ അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പനെ ചുറ്റി എന്നാണ് എഴുത്തുകാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അപരിചിതന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു കൊലക്കയറിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ആ യാത്ര വേദനാജനകമാണെന്നും അല്ലെങ്കിൽ വേദന നിറഞ്ഞതാണെന്നുള്ളത് നമുക്ക് പല ആവർത്തി അല്ലെങ്കിൽ പല ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആദ്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരച്ചിൽ, കോടച്ചിയുടെ പൊതിയിലെ നനവ്, വഴിയാത്രയിൽ കണ്ട ആളുകളുടെ പെരുമാറ്റം, ഇവയൊക്കെ അത്രത്തോളം ദുഃഖത്തിൽ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് എന്ത് ചോദിച്ചാലും നമുക്കൊരു ഇതായിരിക്കും അല്ലെ. ആലോചിച്ച് നോക്കൂ,
ഞാനൊക്കെ അത് ആലോചിക്കുമ്പോൾ ഞാനിപ്പോ അതാകുന്ന സമയത്ത് നല്ല കാര്യമാണെങ്കിൽ പോലും നമുക്ക് ദേഷ്യം വരും അല്ലേ? പണ്ടൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് തെറ്റിയിരിക്കാവും. തെറ്റെന്ന് പറഞ്ഞ കുട്ടിക്കാലത്താട്ടോ, തെറ്റിയിരിക്കായിരിക്കും. അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും തെറ്റിയിരിക്കായിരിക്കും. അപ്പോ ഒരു ദേഷ്യം വരാനുണ്ട്. എനിക്ക് ഫുഡ് വേണ്ട, കളിക്കാൻ പോണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഒരു ഇരുത്തുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാള്, ചിലപ്പോ അച്ഛനായിരിക്കാം, ചിലപ്പോ അമ്മയായിരിക്കാം, വന്നിട്ടൊരു ചില ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. ആ വെറുതെ പറഞ്ഞല്ലേ, തമാശക്ക് പറഞ്ഞതല്ലേ, അല്ലെ, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാ പോകാം. ഇതിങ്ങനെ കേൾക്കുമ്പോ അല്ലെ, ഈ പറഞ്ഞ ഒരു അച്ഛനും അമ്മയായി പോയി എന്നൊരു തോന്നലൊക്കെ നമുക്ക് ചിലപ്പോ ഉണ്ടാവും. ദേഷ്യം വന്നിട്ട് അവര് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഇത് നമ്മളെ എന്ത് ചെയ്യും, കൂടുതൽ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില അല്ലെ, 10ാം ക്ലാസ്സിന്റെ റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പൊ 10 A+ അല്ലെങ്കിൽ ഫുൾ A+ പ്രതീക്ഷിച്ച ഒരു കുട്ടിക്ക് 2 മിസ്സായി പോയി അല്ലേ? അപ്പൊ ചില വല്യമ്മമാരെ എല്ലാരും ചോദ്യം ഉണ്ട് അല്ലെ, ഫുൾ A+ അല്ലേ? ഇപ്പൊ അങ്ങനെ ചോദ്യം ഫുൾ A+ അല്ലേ എന്ന് ചോദിക്കുക, അല്ലാതെ എത്ര A+ ആണ് എന്ന് ചോദിക്കൂല. ഇനിയിപ്പോ അഥവാ 1-2 പോയി എന്നേറ്റ പറഞ്ഞാലോ, എന്താ അങ്ങനെ, എല്ലാവർക്കും ഫുൾ A+ കിട്ടുന്നുണ്ടല്ലോ ചോദ്യം അല്ലേ? അപ്പൊ നമ്മൾ പറയാം, ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് ഫുൾ A+ ഉണ്ടോ, അത് പറയാം. പിന്നെ അടുത്ത ഇതെന്താണ്, നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുറവാ, ഇങ്ങനെ പോയിട്ട് സാധനം ഇങ്ങനെ പോകും. അപ്പൊ നമ്മളുടെ മൈൻഡാണ് ഇപ്പോ നന്നായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മളോട് നമ്മളുടെ ആ ഒരു സന്ദർഭത്തിന്, നമ്മളുടെ ആ ഒരു മൈൻഡിന്റെ ആ സന്ദർഭത്തിനനുസരിച്ച് ഏറ്റവും അടുത്ത ഒരാളുടെ സംഭാഷണം പോലും ചില സമയങ്ങളിൽ എന്താണ് നമുക്ക് ദേഷ്യം ജനിപ്പിക്കുന്നുള്ളതാണ് സത്യം. അപ്പൊ ഒരു അപരിചിതൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാനും വയ്യ. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളെല്ലാം ഒരു കൊലക്കയറായിട്ട് അവിടെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഈ പാഴുത്തറ വിട്ട്, അല്ലെങ്കിൽ ഇവിടെ വിട്ട്, പാലക്കാടിൽ നമ്മുടെ ഗ്രാമം വിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് അധികം ഒന്നും പോയിട്ടില്ല. ഈ പാഴുതറ കഴിഞ്ഞ് ആ നെടുവരമ്പ് കടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ലോകം മുഴുവൻ അപരിചിതന്മാരെ കൊണ്ട് നിറഞ്ഞ അപരിചിതമായ ലോകമാണ്. അപ്പോ ഈ പറയുന്ന ആ എണ്ണമറ്റ ആളുകളുടെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ, ഈ പറയുന്ന എണ്ണമറ്റ ആളുകളുടെ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വണ്ടി വന്നപ്പോ, കാരണവരുടെ വണ്ടി കോയമ്പത്തൂരിക്ക് വന്നപ്പോ അദ്ദേഹം അതിൽ കയറി പോന്നു. അങ്ങനെ വെള്ളായപ്പൻ തനിച്ചായി. ഭക്ഷണം അല്ലെ, പൊതിഞ്ഞ ഭക്ഷണം കയ്യിലുണ്ട്, പക്ഷെ അതെടുക്കുന്നില്ല. എന്തോ കഴിക്കാൻ തോന്നുന്നില്ല. വിശപ്പില്ലാഞ്ഞിട്ടല്ല, തോന്നാഞ്ഞിട്ടാണ്. വിശക്ക് നമ്മൾ പറഞ്ഞ പോലെ സന്ദർഭമൊക്കെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ നനവിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇരിക്കുന്ന സമയത്ത് നല്ലൊരു കിനാവ്, ആ കിനാവിൽ അദ്ദേഹം പറയുന്നു, മോനെ വിളിക്കുന്നു, കണ്ടുണ്ണിയെ, മകനെ, അല്ലേ? ഈ പറഞ്ഞ മകന്റെ പേര് അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മളിലേക്ക് എത്തുന്നത്. മകന്റെ പേര് കണ്ടുണ്ണി, നല്ല പേരല്ലേ? അങ്ങനെ തീവണ്ടിയുടെ ശീതളും നടുക്കമൊക്കെ വെള്ളായപ്പനെ ഉണർത്തി. അദ്ദേഹം ആ ഒരു സ്വപ്നത്തിൽ നിന്നും ഉണർന്നു. അങ്ങനെ പെട്ടെന്ന് ട്രെയിൻ വന്നപ്പോ തപ്പി തടഞ്ഞ് എങ്ങനെയൊക്കെയോ എടുത്ത് ആ ഒരു കോന്തലയിൽ തന്റെ ചീട്ടുണ്ടോന്ന് ഉറപ്പിച്ച്, അല്ലെ, അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിജം വരുത്തി, ഉറപ്പ് വരുത്തി അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒഴിവ് കണ്ട സ്ഥലത്തേക്ക് കയറാൻ തുടങ്ങി. അപരിചിതനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിനും മറ്റു സംഭവങ്ങളൊക്കെ കുറച്ച് മാത്രം കയറിയിട്ടില്ല, അല്ലെങ്കിൽ 1-2 തവണ കയറിയിട്ടില്ല അദ്ദേഹത്തിന് എവിടെ കയറണം, എങ്ങനെ കയറണം എന്നുള്ളൊരു, അല്ലെ, ആദ്യം പോകുന്ന സമയത്ത് ആർക്കും ഉണ്ടാവും, ആദ്യം അല്ലെങ്കിൽ ഒന്ന് റെഡിയായി വരണം. അദ്ദേഹം എവിടെ കയറണം എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഒഴിവ് കണ്ടിടത്ത് കയറാൻ നോക്കിയപ്പോൾ ഓരോരുത്തർ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ്, അല്ലെ, ഇത് 1-ാം ക്ലാസ് ആണ് കാരണവരെ, അപ്പുറത്തെ പെട്ടി, അല്ലെ, എപ്പുറത്തെ പെട്ടി, ആ പെട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബോഗി തന്നെ. ഇതൊക്കെ റിസർവ്ഡ് ആണ്, അപ്പുറത്തേക്ക് അല്ലെ. ഇങ്ങനെ നമ്മൾ പറഞ്ഞ ആളുടെ ലുക്കും ഇതും കണ്ടാൽ തന്നെ മനസ്സിലാകും റിസർവ്ഡ് അല്ല, ഫസ്റ്റ് ക്ലാസ്സിലൊന്നും കയറാനുള്ള ആളല്ല എന്നൊക്കെ. വീണ്ടും അപരിചിതരുടെ സ്വരങ്ങൾ അദ്ദേഹത്തെ ഇതാക്കാണ്. അങ്ങനെ അവസാനം ഒരു പെട്ടിയിൽ കയറിക്കൂടി, അല്ലെ. ഏതായിരിക്കും ആ പെട്ടി? ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാവർക്കും, നമ്മൾ സാധാരണക്കാരുടെ പെട്ടി,
സെക്കൻഡ് ക്ലാസ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഏതായാലും കയറി കൂടി. അതുകൊണ്ട് തന്നെ എല്ലാ സാധാരണക്കാരുടെയും ആ പെട്ടിയിൽ ഇരിക്കാൻ ഇടമില്ല. പിടിച്ചു നിൽക്കാനായിട്ട് അദ്ദേഹം നിൽക്കുന്നു. എനിക്ക് ഉറങ്ങണ്ട, ഞാനിവിടെ നിന്നോളാം. ഈ രാത്രിയിൽ എന്റെ മകന് ഉറക്കളയ്ക്കുന്നു. അപ്പോ കുറച്ചും കൂടെ നമുക്കിങ്ങനെ ഓരോരോ വ്യക്തത വരുന്നുണ്ട്. മകനുമായിട്ട് ബന്ധപ്പെട്ട യാത്രയാണ്. മകനെ കാണാനായിരിക്കും ചിലപ്പോൾ പോകുന്നത്. മകൻ എന്തിനോ വേണ്ടി ഉറക്കമുളച്ച് നിൽക്കുകയാണ് എന്നൊക്കെ ഇവിടെ വരെ ആദ്യമായി വായിക്കുന്ന ആൾക്ക് തോന്നാം. അങ്ങനെ തീവണ്ടിയുടെ താളം അല്ലെ, ഇങ്ങനെ ചിക്ക് ചിക്ക് അല്ലെ, താളമൊക്കെ വരുന്നുണ്ട്. താളം നമ്മളെ പണ്ട് മുതലേ തീവണ്ടിയുടെ ഒരു ശബ്ദം വളരെ വളരെ രസകരമായിട്ടുള്ള യാത്രയല്ലേ തീവണ്ടിയുടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് തീവണ്ടി എന്ന് പറയുന്നത്. വളരെയധികം ക്ഷീണമൊന്നും അധികം തോന്നാത്ത യാത്രയാണ്. അങ്ങനെ തീവണ്ടിയുടെ താളഭേദവും ഇതൊക്കെ ഇങ്ങനെ കണ്ട് കേട്ട് ഇങ്ങനെ പോവുകയാണ്. വഴിയിലെ വിളക്കുകൾ കാണുന്നു, പുഴമണൽത്തിട്ടകൾ, മരങ്ങൾ. വളരെ മുൻപൊരിക്കൽ തീവണ്ടിയിൽ സഞ്ചരിച്ച സമയം അദ്ദേഹം ആലോചിക്കുന്നു. അന്ന് പകൽ സമയത്ത് പോയപ്പോ പകലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് പോയതാണ്. ഇന്ന് രാത്രിയിലെ യാത്ര, മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ഒരു ചുവരുകളുള്ള തുരങ്കത്തിലൂടെ ഇങ്ങനെ പാഞ്ഞുകൊണ്ട് ആ ഒരു തീവണ്ടി പോവുകയാണ്. അങ്ങനെ അദ്ദേഹം കണ്ണൂരെത്തി. സത്യം പറഞ്ഞ അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, രാവിലെ ആയിട്ടില്ല. പൊതിച്ചോറ് ഇതുവരെ കെട്ടഴിച്ചിട്ടില്ല. അങ്ങനെ ഗേറ്റില് ചീട്ടൊക്കെ കൊടുത്ത് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. വെളിച്ചമാവുന്നതേ ഉള്ളൂ. പുലരി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇളം അല്ലെങ്കിൽ ചെറിയ വെളിച്ചമൊക്കെ വരുന്നുണ്ട്, പുലരിയുടെ സൂചന. അങ്ങനെ തീവണ്ടി ആഫീസിന്റെ മുറ്റത്ത് കൂട്ടം കൂടി നിന്ന കുതിരവണ്ടിക്കാര് വണ്ടി വേണോ എന്ന് ചോദിച്ച് വെള്ളായപ്പനോട് എന്ത് ചെയ്തില്ല, ചോദിച്ചെന്നില്ല എന്നാ പറഞ്ഞ കേട്ടോ. ചോദിച്ചില്ല എന്നാ. സാധാരണ എപ്പോഴും ചോദിച്ചു എന്നാ പറയാ. എന്തുകൊണ്ടാ ചോദിച്ചിട്ടുണ്ടാവാത്? ഈ പറഞ്ഞ തീവണ്ടിക്കാരും കുതിര വണ്ടിക്കാരൊക്കെ ആൾക്കാരുടെ ലുക്കും ഇതും നോക്കിയിട്ടാ ചെല്ലാം. നല്ല പൈസ കിട്ടുന്ന കണ്ട പോലെ വന്നിട്ട് സാർ വാങ്ക സാർ വാങ്ക സാർ എന്ന് പറഞ്ഞ ഫുള്ള് അല്ലേ, വിളിയോട് വിളിയായിരിക്കും. കണ്ണൂരിലൂടെ വാങ്ക സാർ, സോറി. അപ്പൊ എന്തായാലും വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ആ തിരക്ക് ഇവിടെ ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആരും എന്ത് ചെയ്തില്ല, വന്നില്ല. അദ്ദേഹം ആരോടോ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഴി, ജയിലിലേക്കോ? അപ്പോ കുറച്ചും കൂടെ വ്യക്തമാകുന്നു, കണ്ണൂർ ജയിലിലേക്കാണ് വെള്ളായപ്പന്റെ യാത്ര. കണ്ണൂരെത്തി ജയിലിലേക്കുള്ള വഴി വെക്കുന്നു. അപ്പോ നമ്മളുടെ ചുറ്റുമുള്ളവരിൽ പല രൂപത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടാൽ തമാശയായിട്ടും അല്ലെങ്കിൽ പരിഹസിക്കാനും മാത്രമുള്ളവരും നല്ലവരും ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ സമൂഹം. ആരോ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ഏതോ ഒരു കിഴവൻ രാവിലെ തന്നെ അല്ലെ ജയിലിലേക്കുള്ള വഴിയും ചോദിച്ചു വന്നിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, കട്ടാ മതി, നേരെ ജയിലിൽ പോകാം, ആരും വഴി ചോദിക്കേണ്ട ആവശ്യമില്ല, പൊക്കിയെടുത്ത് കൊണ്ടുപോലെ കക്ക മോഷ്ടിക്കുക. അങ്ങനെ അപരിചിതരുടെ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ വീണ്ടും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതാണ്, ശ്വാസം മുട്ടിക്കുന്നതായിട്ട് അദ്ദേഹം തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടത്തിൽ നല്ലവരും ഉണ്ട്. അവസാനം ആരോ പറഞ്ഞു കൊടുത്ത വഴി അനുസരിച്ച് അദ്ദേഹം അവിടെ എത്തുന്നു. അവിടെ ജയിലിലെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പൻ തടഞ്ഞു അല്ലെ. പാറാവുകാരൻ ഇങ്ങനെ തോക്കും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളെ ചില ഇതിൽ പറയുന്ന പോലെ ചില സ്കൂളില് അല്ലെ പ്രിൻസിപ്പളെങ്കാട്ടിയും ഇതായിരിക്കും ടീച്ചർമാർക്ക്. അതേപോലെ ചില സ്ഥലത്ത് എന്താണ് ഡോക്ടർമാരെങ്കാട്ടിയും ഭയങ്കര നേഴ്സുമാരായിരിക്കും. അതേപോലെ ഇവിടെ പാറാവുകാരൻ വെള്ളായപ്പനെ തടയാണ്. ഇങ്ങോട്ടോ ഈ രാവിലെ തന്നെ എന്നുള്ള രൂപത്തിൽ. ഒരു ചെറിയ കുട്ടിയുടെ നിസ്സഹായതയോട് കൂടി എന്ത് ചെയ്യണം എന്നറിയാതെ ആ പാറാവുകാരന്റെ മുമ്പിൽ നിൽക്കുന്ന വെള്ളായപ്പനെ നമുക്ക് അവിടെ കാണാം. എന്നിട്ട് പതുക്കെ അദ്ദേഹത്തിന്റെ കോന്തലയില് ഉണ്ടായിരുന്ന ഒരു കടലാസ് എടുത്ത്, അത് മഞ്ഞ നിറത്തിലുള്ള മഞ്ഞ നിറാണ്, വെളുത്തല്ല, മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് എടുത്ത് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. കടലാസൊക്കെ ആകെ ഈ മുണ്ടിന്റെ കോന്തലയിൽ ഇങ്ങനെ ചുരുട്ടി 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 ആകെ അലങ്കോലൊക്കെ ആയിരിക്കുന്നു. അത് വേറെ വിഷയം. അടുത്ത ചോദ്യം, എന്താ സംഭവം അല്ലെ, പാറാവുകാരന്റെ ചോദ്യം. അപ്പോ അദ്ദേഹത്തിന് മനസ്സിലാവാത്തോണ്ടോ എന്തോ പാറാവുകാരനിലേക്ക് ആ കടലാസ് ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ആ ഒരു കടലാസിലേക്ക് നോക്കിയത് തന്നെയല്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ കുട്ടി ഇവിടെ ഉണ്ട്, എന്റെ കുട്ടി ഇവിടെ ഉണ്ട്. തന്റെ മകൻ കണ്ടുണ്ണി ജയിലിലാണ്. തന്റെ മകനായിട്ടുള്ള കണ്ടുണ്ണിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണൂരിലേക്കുള്ള
അദ്ദേഹത്തിന്റെ ഈ യാത്ര. അപ്പോ കണ്ടുണ്ണിയുടെ ആ ഒരു ജയിൽവാസം എന്തിനാണ് ഏതിനാണെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കടക്കേണ്ട അല്ലെങ്കിൽ നീളേണ്ടിയിരിക്കുന്നു കഥ. അപ്പോ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഏറെക്കുറെ അദ്ദേഹത്തിന്റെ യാത്ര എന്തിനാണ്, എവിടേക്കാണ്, ആരെ കാണാനാണ്. അതിലൊരു പൂർണ്ണ രൂപം വന്നിട്ടുണ്ട്. എന്നാലും കുറെ സംശയങ്ങൾ ബാക്കിയുണ്ടല്ലേ നമുക്ക്. ഓക്കെ, അപ്പോ നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ എന്തായാലും ആ ഒരു വാക്യം, എന്റെ കുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള വാക്യം കേട്ടപ്പോൾ അല്ലേ, പാറാവുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ, ഈ പുലർച്ചയ്ക്കൻ ആരാണ് വരാൻ പറഞ്ഞത് അല്ലേ, പുലർച്ചയായിട്ടുള്ളൂ. കാരണം അല്ലേ, ആഫീസൊക്കെ ഒന്ന് തുറക്കട്ടെ, ഓഫീസ് ടൈം ആവട്ടെ, ഇപ്പൊ തന്നെ വന്നിട്ട് എന്തിനാണ് അല്ലേ. അങ്ങനെ പാറാവുകാരൻ ആ കടലാസ് നിവർത്തി നോക്കി. ആ കടലാസ് നിവർത്തി നോക്കിയതിനു ശേഷം ഇത്രയും നേരം കണ്ട ആ പാറാവുകാരന്റെ ഭാവത്തിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലുമൊക്കെ പ്രകടമായിട്ടുള്ള മാറ്റം വരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. മുഖം തന്നെ ഒരു കനിവുറ്റ രൂപത്തിലേക്ക് മാറി. എന്തുകൊണ്ട് ആ ഒരു മാറ്റം അല്ലെ നമുക്ക് വായനക്കാരിലെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നാളെയാണല്ലേ ചോദ്യം. എന്ത് നാളെ? ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പല ആൾക്കാർക്കും പല ചിന്തയും ഉണ്ടാവാം. ഉദാഹരണത്തിന് ജയിലിൽ നിന്ന് നാളെ ഇറങ്ങുകയാണ്, ജയിലിൽ നിന്ന് നാളെ ഇറങ്ങുകയാണ്, മകൻ നാളെ ഇറങ്ങുകയാണെങ്കിൽ പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതാവേണ്ട ആവശ്യമില്ല അല്ലെ. ഒരു ഗ്രാമത്തിലെ കർഷകന്റെ ആ ഒരു എന്താ പറയാ എളിമയോടുകൂടി അദ്ദേഹം പറയുന്നത്, എനിക്ക് പിടിയില്ല. കടലാസിൽ എന്താണ് എഷ്ടിക്കിടക്കണാവോ അല്ലെ, എഴുതിയിട്ടുണ്ട്, എന്താണ് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരിക്കൽ കൂടി ആ കാര്യങ്ങളെല്ലാം പാറാവുകാരൻ ശ്രദ്ധയോടുകൂടി വായിക്കുന്നതായിട്ട് അവിടെ കാണാം. അദ്ദേഹം തുടരുന്നു. അതെ, നാളെ രാവിലെ 5 മണിക്കാണ്. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്ന് അവയിലിങ്ങനെ അന്താളിപ്പും മറ്റും നിറയുന്നു. കനിവുറ്റ മുഖമായ ആ ഒരു പാറാവുകാരൻ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ അല്ലെ പരിഗണിക്കുന്നതിലോട് കൂടിയിട്ട് നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. എന്നിരുന്നാലും കാരണവർ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഉമ്മറത്തെ ചാരുപടിയില്, ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയില് അവിടെ ഇരുത്തുന്നു. നേരത്തെ പറഞ്ഞ മാതിരി വെളുത്തിട്ടേ ഉള്ളൂ, നേരം വെളുപ്പാവുന്നേ ഉള്ളൂ, എല്ലാം ആവണ്ടേ. അദ്ദേഹം ഒരു അമ്പലത്തിലെ ക്ഷേത്രത്തിലെ നട തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ചായ മറ്റോ വേണം എന്ന ചോദ്യത്തിന് വേണ്ടാന്ന് അദ്ദേഹത്തിന്റെ മറുപടി. എന്റെ മകൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല, ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നേ. ട്രെയിനിലും ഇത് പറഞ്ഞു അല്ലെ, എനിക്ക് നിന്നാ മതി, ഞാന് ഇരിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, കഴിക്കുന്നില്ല അല്ലെ. എന്റെ മകൻ ഈ രാത്രി ഉറങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഉറങ്ങാനായിട്ട് അവന് ഉണരാൻ വേണ്ടിയിട്ട് അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോ ചായ വേണ്ട. അപ്പോഴും തന്റെ കോടച്ചി തന്ന ആ ഒരു പൊതിച്ചോറിന്മേൽ അദ്ദേഹത്തിന്റെ കൈ അമരുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം മകനെ വിളിച്ച് പറയുന്നു, മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് പൊതിഞ്ഞു തന്നാണ്, വഴിയാത്രയിൽ കഴിക്കാൻ വേണ്ടിയിട്ടേ. പക്ഷെ യാത്രയിൽ ഞാനത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. കഴിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പൊ എനിക്ക് നിനക്ക് തരാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ, ഈ തോർത്തിനകത്ത് അല്ലെ, അല്ലെങ്കിൽ തോർത്തിനകത്തെ കെട്ടഴിക്കാത്ത ആ ഒരു പാതയം പൊതിച്ചോറ്, വഴിയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പൊതിച്ചോറിനെയാണ് പാതയം എന്ന് പറയാം. അങ്ങനെ നേരം പതുക്കെ ഇങ്ങനെ കനത്ത് വരുന്നതായിട്ട് കാണാം. സമയം നീളുന്നു. ഓഫീസ് തുറന്നു. ആളുകള് ഓരോരോ അവരുടെ ജോലിയിൽ വ്യാപൃതരായിട്ട് നിൽക്കുന്നുണ്ട്. തടവറൊക്കെ സജീവമായി. പാറാവുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കവാത്ത് നടത്തുന്നു.
മേലധികാരികൾ കടലാസ് പരിശോധിക്കുന്നത് കാണാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അങ്ങനെ വെയിലിന് ചൂട് കൂടിയപ്പോൾ ഇവിടെ കാത്തിരിക്കുമെന്ന് എന്താണ് പറഞ്ഞു, ഇത്രയും നേരം കാത്തിരിക്കല്ലോ അല്ലെ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ. ഇതാ ഇവിടെയാണെന്ന് കാണിച്ചു കൊടുത്ത് അദ്ദേഹം പോകുന്നു. ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണ്ണി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു അപരിചിതനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം നോക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു സാന്ത്വനം അങ്ങോട്ട് പറയണോ ഇങ്ങോട്ട് വാങ്ങണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ അവര് ആ മനസ്സിന്റെ മറ അവരെ സങ്കടപ്പെടുത്തുന്ന ആ ഒരു ദൃശ്യം നമുക്ക് എഴുത്തുകാരന്റെ ആ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാണ്. അങ്ങനെ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛനും മകനും നേരോട് നേരായിട്ട് കുറച്ചേരം ഇങ്ങനെ നിന്നു അല്ലെ. ഒരു സ്റ്റക്ക് ഫീൽ ചെയ്തു. എന്താണ് ചെയ്യേണ്ടത്? ജയിലിൽ കിടക്കുന്ന മകനെ കാണാൻ വന്ന ഒരു അച്ഛന്റെ രോദനം അല്ലെ, അച്ഛന്റെ ഒരു വിഷമം. അപ്പൊ അതിങ്ങനെ അവിടെ കാണാം നമുക്ക്. പിന്നീട് ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞപ്പോ അവരിരുവരും കെട്ടിപ്പിടിച്ചു. ഞാനത് പണ്ട് ക്ലാസ് എടുത്തപ്പോ, അത് കുറെ മുൻപ് ഞാൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഥയിൽ പറഞ്ഞപ്പോ കുട്ടികൾ വെച്ചു, അല്ല ജയിലിന് ഗ്രില്ല് ഇങ്ങനെ ആയിരിക്കൂലേ, അപ്പൊ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റുക അല്ലേ? കാരണം പരസ്പരം ജയിലിലെ ആൾക്കാരോട് സംസാരിക്കുമ്പോ എന്താണ് ഒരു മറ ഉണ്ടാവും എപ്പോഴും, ഒരു ഗ്രില്ലിന്റെ അല്ലെങ്കിൽ എന്തിന്റെയോ മറ. ഞാൻ പറഞ്ഞു അങ്ങനെ മാത്രല്ല അല്ലാതെയും കാണാറൊക്കെ ഉണ്ട് ഇല്ലേ. നമുക്ക് എല്ലാത്തിനും ഉത്തരം ഉണ്ടല്ലോ. പണ്ടത്തെ കാലത്ത് ഗ്രില്ലൊന്നും ഇല്ല. നമ്മൾ കുറച്ചേരം ചില സിനിമകളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണും. ആകെ ഒരു ഡയലോഗ്, ക്ലീശ ഡയലോഗ് മാത്രമേ ഉള്ളൂ എപ്പോഴും കേൾക്കുന്ന, സമയം കഴിഞ്ഞു അല്ലെ, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. കുറച്ചേരം സംസാരിക്കാം, ഇതാക്കാം, തൊടാം, കെട്ടിപ്പിടിക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഇന്നത്തെ കാലത്ത് മാറി ഇപ്പൊ ഇതൊന്നുമില്ല. കൈയൊന്ന് ടച്ച് ചെയ്താൽ മാത്രമേ ഇതുള്ളൂ. സിനിമയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ പറയുന്ന കേട്ടോ. അതൊക്കെ പോട്ടെ. ആ കെട്ടിപ്പിടിച്ച് കരച്ചിൽ ഒരു സ്ഥായിലെത്തിയപ്പോ ഒരു നിലവിളിയായിട്ട് മാറിയത് അവിടെ കാണാം. ആ ഒരു മകനെ കെട്ടിപ്പിടിച്ച അച്ഛനും അച്ഛനെ കെട്ടിപ്പിടിച്ച മകനും എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ചേരം കെട്ടിപ്പിടിച്ചു. ആ കരച്ചിൽ ഒരു ഒരു ശ്രവണത്തിനപ്പുറത്തുള്ള സ്ഥായില് എന്ത് ചെയ്തു, ഒരു നിലവിളിയായി മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും അവര് അല്ലെ, അച്ഛ മകനെ, അപ്പ അല്ലെ, അച്ഛൻ നല്ല അപ്പ, രണ്ടു വാക്കുകൾ. പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ആ രണ്ടു വാക്കുകൾ, അതിനിടയിൽ ദുഃഖത്തിന്റെ ആ ഒരു മൗനത്തിൽ അച്ഛനും മകനും എന്തൊക്കെയോ കൈമാറുന്നുണ്ട്. നേരത്തെ മരക്കാറിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളായിലും സംഭവിച്ച അല്ലെങ്കിൽ അവരുടെ സംഭാഷണത്തിൽ സംഭവിച്ച മൗനത്തിന്റെ സാന്ത്വനത്തിന്റെ അർത്ഥം നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷെ വ്യക്തതയില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. മകനെ നീ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, എനിക്ക് ഓർമ്മയില്ല അപ്പാന്ന്. നീ കൊലപാതകം നടത്തിയോ? അതും എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എന്റെ വേദന ഓർമ്മിക്കുമോ? അവരെ ഇരുവരുടെ സംഭാഷണത്തില് നമുക്ക് വ്യക്തമാണ് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട്, അല്ലെ തെറ്റ് ചെയ്യാതെ ജയിലില് അല്ലേ. അപ്പോ എന്താണ് താൻ ചെയ്ത തെറ്റ്, താൻ എന്തിനാണ് ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാത്ത ഒരു അച്ഛനെയും മകനെയാണ് അവിടെ കാണുന്നത്. ഉച്ചസ്ഥായിലുള്ള ആ ഒരു നിലവിളി, ആ നിലവിളിക്ക് അപ്പുറമുള്ള വാക്യം ശ്രദ്ധിക്കൂ. അപ്പ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ അല്ലേ. നാളെ 5 മണിക്കാണ്, നാളെയാണ്. എന്താണ് നാളെ? മകനായ കണ്ടുണ്ണിയെ തൂക്കിലേറ്റാൻ പോകുന്ന ദിവസമാണ് നാളെ. ഒരു നിമിഷങ്ങൾക്കപ്പുറമുള്ള നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വന്ന പദം അല്ലെങ്കിൽ വാക്യം ഇപ്രകാരമാണ്: എന്നെ തൂക്കിക്കൊല്ലാൻ അപ്പൻ എന്നെ സമ്മതിക്കരുത്. രണ്ട് വാക്കുകൾക്കിടയിലെ ആ ഒരു ഈ വിനിമയം അത്രയും നടക്കുകയാണ്. സ്ഥിരം ഡയലോഗ് അല്ലെ. കാരണം പറയാ, പുറത്തു വരൂ, സമയം കഴിഞ്ഞിട്ടോ എന്ന പാറാവുകാരന്റെ സംസാരം.
അടുത്ത ഭാഗം. സമയം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ കണ്ടുണ്ണിയുടെ ഓർമ്മ, അല്ലെങ്കിൽ കണ്ടുണ്ണിയുടെ ആ ഒരു ദുഃഖഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇപ്പോഴും മാറിയിട്ടില്ല. ഇരുമ്പയുടെ വാതിലുകൾ അടഞ്ഞ് അദ്ദേഹം അങ്ങനെ പോകുന്നു. അങ്ങനെ നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കും പോലെ അവരിരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അവസാന നോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ ഇങ്ങനെ നടക്കുന്നത് കാണാം, അല്ലെ? ശ്രദ്ധാഞ്ജലി. എന്ത് ശ്രദ്ധാഞ്ജലി? മരിച്ചവരോട് കാണിക്കുന്ന ഒരു ആചാരമാണ് ശ്രദ്ധാഞ്ജലി എന്നൊക്കെ പറയുന്നത്. മരിക്കാൻ പോകുന്ന വ്യക്തിയാണല്ലേ കണ്ടുണ്ണി, അത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും. അങ്ങനെ ജയിലിന്റെ പരിസരത്തിൽ വെള്ളായപ്പൻ അങ്ങും ഇങ്ങും നടന്നു. സൂര്യൻ ഉച്ചയിലെത്തി, നേരം താണു. ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. അവസാന രാത്രിയാണ്. ഈ രാത്രി കണ്ടുണ്ണിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം. എന്റെ മകൻ ഈ ഒരു മതിലിനപ്പുറത്ത്, അല്ലേ, എനിക്ക് കാണാൻ പറ്റാത്തൊരിടത്ത് അദ്ദേഹം, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്, ജീവനോടുണ്ട്. അങ്ങനെ പുലർച്ചയ്ക്ക് മുൻപ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ ഇങ്ങനെ കേട്ടു. അതൊരു വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ സത്യം പറഞ്ഞ ആ നിമിഷം അറിഞ്ഞിട്ടില്ല. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഉണ്ടായിരിക്കാം, ഈ പറയുന്ന വധശിക്ഷ വിധിക്കുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരിക്കും. അപ്പോ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവിലോട് കൂടിയിട്ട് 5 മണി ആയിട്ടുണ്ട് സമയം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഒരു തികഞ്ഞ കർഷകനെന്ന് കാണിക്കാൻ ആ ഒരു പദം തന്നെ വളരെയധികം നമുക്ക് എന്താ പറയാ, നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പേറ്റിച്ചിയെ പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവന്നു, അല്ലേ? അതായത് പേറ്റിച്ചി, പേറ്റിച്ചി ഗർഭം എടുക്കുന്ന, അല്ലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ പ്രസവം എടുക്കുന്ന പേറ്റിച്ചി, ആ പേറ്റിച്ചിയെ പോലെ തന്റെ മകന്റെ ദേഹം, ചലനമറ്റ ആ ഒരു മൃതദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവന്നു. നമ്മൾ മനസ്സിലാക്കിയത് വെച്ച്, അല്ലെ, ഇത്തരത്തില് തൂക്കുകാരെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ എന്ത് ചെയ്യും? തൂക്കിക്കൊന്ന് സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം അവർക്ക് താല്പര്യമുള്ള പോലെ സംസ്കരിക്കാം എന്നാണ് പറയുന്നത്. വേണ്ട, എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ല എന്നതിലുപരി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അതിന് കഴിവില്ല, അല്ലെ? ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യാനാണ്? എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? എവിടെ ശവം മറവ് ചെയ്യാനാണ്? എന്താണല്ലേ? അതിനൊന്നുള്ള മനസ്സുമില്ല. മനസ്സ് മീൻസ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ആ ഒരു മകന്റെ മരണം ഇതുവരെയും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ള ഒരു കഴിവില്ല. അങ്ങനെ അദ്ദേഹം അത് തുറന്നു പറയുന്നുണ്ട്, എന്റെ കയ്യിൽ പണമില്ലേ യജമാന്മാരെ. അങ്ങനെ പണമില്ലാത്തവരെ, അല്ലെ, അത്തരത്തിലുള്ള ശവം മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ തന്നെ ചുമതലപ്പെടുത്തായിരിക്കും. അങ്ങനെ തോട്ടികള് ഉന്തുവണ്ടിയിൽ ആ ഒരു ശവം, മകന്റെ ശവം എന്ത് ചെയ്യുന്നു? പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങളിലേക്ക് മുകളിലൂടെ ഇങ്ങനെ കഴുകന്മാർ ചുറ്റിപ്പറക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ ആ സ്ഥലത്തെത്തി. അങ്ങനെ അവസാനമായിട്ട് മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ, തന്റെ പ്രിയപ്പെട്ട മകന്റെ മുഖം ഒരിക്കൽ കൂടി വെള്ളായപ്പൻ കാണുകയാണ്. അവസാനമായി നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. താൻ വന്നതെന്തോ അത് നിറവേറ്റി. തനിക്ക് ചെയ്യാൻ കഴിയാത്തത്, അല്ലേ, അതറിയാമായിരുന്നിട്ട് പോലും അദ്ദേഹം വന്ന് ആ ഒരു, ആലോചിച്ച് നോക്കൂ, ആ അച്ഛന്റെ ഒരു നിസ്സഹായത ആലോചിച്ച് നോക്കൂ, അല്ലെ? താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്റെ മകന്റെ മരണം മുമ്പിൽ കാണുക, ആ മൃതദേഹം ഏറ്റുവാങ്ങുക, ഒരു അച്ഛനെ ആലോചിച്ച് നോക്കൂ. എത്ര വേദനാജനകമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും. അങ്ങനെ വെള്ളായപ്പൻ അലഞ്ഞു തിരിഞ്ഞ് അവസാനം എത്തി നിൽക്കുന്നത് കടപ്പുറത്താണ്, കടൽ തീരത്താണ്. നമ്മളുടെ പാഠഭാഗത്തിന്റെ പേര്. അന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം കടൽ കാണുന്നത്. അപ്പോഴും കൈത്തടത്തിലെ ആ ഒരു നനവ് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറാണ്. ദിവസം 1 കഴിഞ്ഞിരിക്കുന്നു.
ആ പൊതി അതുപോലെ ഇരിക്കുകയാണ്. ആ വെള്ളായപ്പൻ ആ പൊതി അടിച്ച് ആ ഒരു ഭക്ഷണം, അന്നം നിലത്തേക്ക് എറിയാണ്. ആ വെയിലിന്റെ മുകൾ തട്ടിലൂടെ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താനായിട്ട് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞിട്ടാണ് കഥ അവസാനിക്കുന്നത്. ഇനി നമുക്ക് ശീർഷകത്തിലേക്ക് കടക്കാം, അല്ലെ? ആ കടൽ തീരത്തിന് എന്താ അത്രയ്ക്ക് പ്രാധാന്യമുള്ളത്? എന്തുകൊണ്ടാണ് ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു ശീർഷകമായിട്ട് അത് കൊടുക്കാൻ കാരണം? എന്തായിരിക്കും? അതായത് കടൽ തീരം മരണവുമായിട്ട് അല്ലെങ്കിൽ ബലികർമ്മം, ആലോചിച്ചു അല്ലെ? ബലികർമ്മവുമായിട്ടൊക്കെ അവസാന ഖണ്ഡികയ്ക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ചോറ്, ബലിച്ചോറ്, കാക്ക, ബലിക്കാക്ക, ഈ പറയുന്ന അന്ത്യകർമ്മം നടത്തുന്ന അല്ലെങ്കിൽ ബലി നടത്തുന്നത് പുഴയോരത്ത്, കടൽ തീരത്ത്. അവസാനം അദ്ദേഹം എത്തി നിൽക്കുന്ന ആ ഒരു കടൽ തീരം തന്റെ മകനുള്ള ബലിയർപ്പണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബലിയർപ്പണത്തിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. കോടച്ച് തന്ന ആ ഒരു പൊതിച്ചോറ് ബലി അല്ലെങ്കിൽ ബലിയിടാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചോറായിട്ടും മാറുന്നു. ഇനി ഒന്ന് നമ്മൾ മൊത്തം അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ആദ്യം മുതൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കുറെ ഉത്തരങ്ങൾ കിട്ടും, അല്ലെ? എന്തിനൊക്കെ ഉത്തരങ്ങള്? വെള്ളായപ്പൻ യാത്ര തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ആളുകളെല്ലാം കരഞ്ഞു, അല്ലെ? മകന് വിധിക്കപ്പെട്ട ആ വധശിക്ഷയുടെ നാൾക്കുറിയും കൊണ്ടാണ് ജയിലിലേക്കുള്ള യാത്രയാണ് വെള്ളായപ്പന്. അപ്പൊ ഈ പറയുന്ന കണ്ണൂരിലെത്താനുള്ള വഴിയോ നഗരവാസികളോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയാത്ത ഈ വെള്ളായപ്പന് എന്തല്ല, ഈ പറയുന്ന ഗ്രാമത്തിലെ ആളുകൾ കരയുന്നത് ഈ പറയുന്ന കണ്ടുണ്ണിയുടെ മരണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാനുള്ള ആ ഒരു വധശിക്ഷ ലഭിച്ചതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സങ്കടത്തിന്റെ ഭാഗമാണ്. അവിടെ ഒരു ചോദ്യം പലപ്പോഴും നിരൂപകർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഗ്രാമവാസികളൊക്കെ സങ്കടപ്പെടുന്നത്? അതായത് ഇതിലെവിടെയും തന്നെ എന്തിനു വേണ്ടിയാണ് മകനെ തൂക്കിലേറ്റുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് കണ്ടുണ്ണി ചെയ്ത കുറ്റം എന്നൊന്നും ഓർത്തെടുക്കാൻ പോലും മകനും കഴിയുന്നില്ല, അച്ഛനും കഴിയുന്നില്ല. തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായിരിക്കാം. പക്ഷെ എവിടേക്കോ കേട്ട ഓർമ്മയിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതായത് കണ്ടുണ്ണി ചെയ്തതെന്തോ അത് ഗ്രാമത്തിന് മൊത്തം വേണ്ടിയാണ്. ഗ്രാമവാസികൾ മുഴുവൻ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, ഗ്രാമത്തിന്റെ ദുഃഖമായിട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന തൂക്കുകയറിനെ കാണുന്നത്. അവർക്ക് വേണ്ടി എന്തോ ചെയ്തതിന്റെ പേരിലാണ് ഇത്. അതുകൊണ്ടാണ് പാഴുതറയിലെ എല്ലാവരും ഒന്നാണെന്നും ഗ്രാമവാസികൾ ഉണ്ടാകുന്ന എല്ലാ ദുരന്തവും ഒരുപോലെ എല്ലാവരുടെയും വേദനയാണെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നെങ്കിൽ ആ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ കണ്ടുണ്ണിയുടെ ആ ഒരു കുറ്റം ഗ്രാമവാസികൾക്ക് വേണ്ടിയാണെന്ന് നമുക്ക് പറയാം. ആ ഗ്രാമം മുഴുവൻ കണ്ണൂരിലേക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് പദപ്രയോഗങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, നെടുവരമ്പ്, പന, പാടവരമ്പ്, വെട്ടുവഴി, പുഴ, അത് ഇത് ഒരുപാട് നല്ല അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്ന അല്ലെ പനമ്പട്ട ഒക്കെ ഇതിലേക്ക് നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും. പിന്നെ യാത്രയിലുടനീളമുള്ള മകനെ കുറിച്ചുള്ള ചിന്തകൾ വളരെയധികം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. പനമ്പട്ടയുടെ ശബ്ദം മുതൽ അങ്ങോട്ട് പുഴവെള്ളം അങ്ങനെ തുടങ്ങിയുള്ള പല കാര്യങ്ങളും, അല്ലെ? ഇനി ഒന്ന് നോക്കൂ, കോടച്ചി എന്തുകൊണ്ടായിരിക്കും അതിൽ കണ്ണീർ വീഴ്ത്തിയത്? ഉത്തരം കിട്ടിയില്ലേ? വെള്ളായപ്പനും മരക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ തങ്ങി നിന്ന ആ ഒരു മൗനത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഈ യാത്രയിൽ അതിനെക്കുറിച്ചൊന്നും ഓർക്കരുത് എന്ന് പറയാനും ദൈവങ്ങൾ തുണയ്ക്കട്ടെ എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ നമുക്കിപ്പോ മനസ്സിലുണ്ട്. നീലിയുടെ വാക്കുകൾ, നീലിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേരുകൾ വിളിക്കുന്നതിന്റെ ഇടയിൽ കണ്ട ആ ഒരു സാന്ത്വനത്തിന്റെ നിറവ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. തീവണ്ടി ആഫീസിലെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് വെള്ളായപ്പനെ എതിരെ വന്ന് സംസാരിച്ച കാരണവരുടെ വാക്കുകൾ എന്തുകൊണ്ട് എന്താണ് കൊലക്കയറായിട്ട് മാറി? അതുപോലെ തന്നെ വഴി ചോദിച്ച സമയത്ത് ആളുകളുടെ സംഭാഷണം അദ്ദേഹത്തിനെ എങ്ങനെ വേദനിപ്പിക്കുന്നതായിട്ട് മാറി? എന്തുകൊണ്ടാണ് ഈ പറയുന്ന പാറാവുകാരൻ വെള്ളായപ്പനോട് അത്രയും നേരം ഒരു എന്താ പറയുക ഗൗരവപൂർവമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച പാറാവുകാരൻ എന്തിന് അദ്ദേഹത്തിനെ മുഖം പൊടുന്നതിനെ കനിവുറ്റതായി
എന്നതിന്റെയൊക്കെ ഉത്തരം നമുക്കിപ്പോ അറിയാം. ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ള രംഗം എന്ന് പറയുന്നത് ഈ അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അവരുടെ ആ ഒരു രംഗം അല്ലെ, മകനും അച്ഛനും തമ്മിലുള്ള ആ ഒരു അത് നമുക്ക് അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. സോ അവസാനം ആ ഒരു പേറ്റിച്ചിയുടെ എടുത്ത് അല്ലെങ്കിൽ കുട്ടിയെ വാങ്ങുന്ന പോലെ അദ്ദേഹം വാങ്ങുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു മൃതദേഹം ഏറ്റുവാങ്ങുന്ന ആ ഒരു ഇതിലോട് കൂടിയിട്ട് അല്ലെ, ഒരു അച്ഛന്റെ ആ വേദനാജനകമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങള് ആ എഴുത്തുകാരന്റെ ഇതിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവസാനം പേര് അന്വർത്ഥമാകുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, കടൽ തീരത്ത് എത്തി നിൽക്കുമ്പോൾ കടൽ തീരത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കടൽ കാണുമ്പോ അല്ലെ, ആദ്യമായി കടൽ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഭക്ഷണപ്പൊതി അവിടെ വിതറാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ പോലീസുകാരിൽ നിന്നും തന്റെ മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയിട്ട് എവിടെയും, അല്ലെങ്കിൽ എന്താണ്, വെളിപ്രദേശത്ത് ഒരു ശവം കുഴിച്ചിടാൻ വേണ്ടിയിട്ട് തോട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത് ശവം അല്ലെങ്കിൽ മൃതദേഹം, ശവം എന്ന് പറയുന്നതിൽ എന്തോ ഒരു ഇത്, മൃതദേഹം മറവ് ചെയ്ത് തിരികെ വന്ന് എത്തുന്ന സ്ഥലം കടപ്പുറം. ആ കടപ്പുറത്തുനിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന തന്റെ കോടച്ചി എന്ന ചോറ് നിലത്തേക്ക് വീഴുന്നോട് കൂടിയിട്ട് ആ ഒരു ചോറ്, ഇത്രയും നേരത്തെ ആഹാരം എന്ന് കരുതിയിരുന്ന ചോറ് ബലിച്ചോറായിട്ടും അദ്ദേഹത്തിന്റെ മകന്റെ ബലിച്ചോറായിട്ട് മാറുന്നതിലോട് കൂടിയിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ഹൃദയഹാരിയായ കഥ മനോഹരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് വളരെയധികം വായനക്കാർക്ക് നല്ലൊരു വായനാനുഭവം നൽകുന്ന ഒരു കഥ തന്നെയാണ് OV വിജയൻ തയ്യാറാക്കിയിട്ടുള്ള കടൽ തീരത്ത് എന്നുള്ളത്. ചെറുകഥകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വായിക്കാനും, അല്ലെങ്കിൽ അതിലുപരി ഈ പറയുന്ന എന്നും എന്താ പറയാ, OV വിജയന്റെ രചനകളിൽ എന്നും വായനക്കാരെ ഏറെ തൃപ്തിപ്പെടുത്തിയ ഒരു രചന തന്നെയായിരിക്കും കടൽ തീരത്ത് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഞാൻ ആദ്യം പറഞ്ഞ വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ച് ചോദിക്കാനും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇതുപോലെ മറ്റൊരു ക്ലാസ്സും മറ്റൊരു പാഠവുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചായിട്ട് അറിയിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.